ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് എരിന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എരിന്ത് കിട്ടുന്ന സമയത്ത് റോസ്റ്റ് ആക്കുക, ഫ്രൈ ആക്കുക, അല്ലെങ്കിൽ കറി വയ്ക്കുക, എങ്ങനെയെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എരിന്ത് വെച്ചിട്ടുള്ള അടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ മീറ്റ് മാത്രമായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തോലോട് കൂടിയുള്ളതായതുകൊണ്ട് നമുക്കിതിൻ്റെ ഇറച്ചി സെപ്പറേറ്റ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഓപ്പണായിട്ട് വരും കേട്ടോ. കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഓപ്പണായി കിട്ടും. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്കതിൽ മീറ്റൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ചൂടൊക്കെ ആറിയതിന് ശേഷം അതിൽ മീറ്റൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഷെല്ലിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൽ അഴുക്കൊക്കെ നമുക്ക് കളയാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും, എന്നാലും അറിയാത്തവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തമായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടെ. അത്യാവശ്യം വേവ് ഉണ്ടാവും, അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അതല്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താലും മതി. ഫ്രൈ ആക്കാതെ അല്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി അതിലേക്ക് അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടാക്കേണ്ടതുള്ളൂ, അപ്പോൾ കുറച്ച് മാത്രം മതി. 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും വേണം കേട്ടോ. എനിക്കിപ്പോൾ കറിവേപ്പില കിട്ടിയിട്ടില്ല, മല്ലിയില മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് 3ഉം കൂടെ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി നേരിയതാക്കിയിട്ട് കട്ടാക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വഴണ്ടി വരണം കേട്ടോ. അതുവരെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നതാവട്ടെ ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരണം, അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഉള്ളി കടിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റൊക്കെ കഴിയുന്നതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിവിടെ നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഉള്ളിക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാ പൊടികളും വ്യത്യാസം വരുത്തട്ടെ. ഞാനിപ്പോൾ കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി കുറച്ച് മതി, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടി സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇനി അതിന് പകരം ചിക്കൻ മസാലയോ ബിരിയാണി മസാലയോ എന്തെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള എരുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എരുന്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വലിയതാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയിലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മുളക് പൊടിയേക്കാളും ടേസ്റ്റ് ഉണ്ടാവില്ല കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്ര പണികളുണ്ട്. സിമ്പിളായിട്ടുള്ള മസാലയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക്. ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നമുക്കതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ ബൗളിലേക്ക് ഞാനിപ്പോൾ 1.25 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ, അതിന് അനുസരിച്ചുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചവെള്ളത്തിലൊക്കെ കുഴക്കുന്നതിനേക്കാൾ നല്ലത് ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും. അധികം ഓയിലൊന്നും കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കലൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ അധികം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ 1 ടീസ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഉണ്ടല്ലോ അത്യാവശ്യം സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ എത്ര വലിപ്പത്തിൽ ഉള്ള അട വേണോ അതിനനുസരിച്ച് നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ മൊത്തമായിട്ട് തന്നെ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് ഞാനിപ്പോൾ ചപ്പാത്തി പരത്തുന്ന പ്രസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പ്രസ് ചെയ്തെടുത്തതാണ്. അതിന് പകരം നമുക്ക് പലയിൽ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുമല്ലോ ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് ഓയിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മറ്റേ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 ഭാഗം കൂടി ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് വിരൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കട്ടോ. ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുള്ളൂ. ആണല്ലോ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഓയിൽ കടന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തമായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പ്ലേറ്റിൽ ജസ്റ്റ് ഓയിൽ വേണമെങ്കിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടെ. അപ്പോൾ അതിലൊന്ന് ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ പത്തിരിയാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ആക്കുക. എന്നിട്ട് അരികു ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കട്ടോ. അതിനുശേഷം ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഇതിന് പകരം ഇതുണ്ടാക്കുന്ന അട ഉണ്ടാക്കുന്ന അച്ചൊക്കെ വാങ്ങാൻ കിട്ടില്ല നമുക്ക് പുറത്തുനിന്ന്. അതിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സിമ്പിളാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിയിച്ചിട്ട് വേണം എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ. അപ്പോൾ ആ ഒരു ഭാഗം കളറൊന്ന് ചേഞ്ചായി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് ഭാഗവും നന്നായിട്ട് ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് വേണം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ. അപ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക പുറം ഭാഗം. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ നിന്ന് എനിക്കിപ്പോൾ 9 അടയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ സേവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എരുന്തൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് രുചിച്ച് നോക്കാമല്ലോ. ഒരുപാട് പേരൊക്കെ ഇത് ഉണ്ടാക്കുന്നതാവും, എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ ഒരു സെയിം മസാലയിൽ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.